ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കോംപ്ലക്സ് ഇൻറ്റഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇവാലുവേറ്റ് ദ ഇൻറ്റഗ്രൽ ഓവർ സി ഓഫ് ദി ഫംഗ്ഷൻ ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് 4 ഡി സെഡ് where the contour C is the circle mod z is equal to 3/2 in the counter clockwise direction. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കോംപ്ലക്സ് ഇൻറ്റഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുല എന്നുള്ള റിസൾട്ട് പറയുന്നുണ്ട്. ആ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻറ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് ഗിവൺ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ മോഡ് സെഡ് ഈസ് ഇക്വൽ ടു 3/2 എന്നുള്ള സർക്കിളിലാണ്, കോണ്ടൂർ ഇൻറ്റഗ്രലാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. മോഡ് സെഡ് ഈസ് ഇക്വൽ ടു 3/2 എന്ന് പറഞ്ഞാൽ 3/2 റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് നമുക്ക് ഗിവൺ ആയിട്ടുള്ള കോണ്ടൂർ. കോണ്ടൂർ ഈസ് എ സർക്കിൾ ഓഫ് 3/2 റേഡിയസ് വിച്ച് ഈസ് ഈക്വൽ ടു 1.5. നമുക്ക് ഗിവൺ ആയിട്ട് ഇവാലുവേഷൻ ചോദിച്ചിട്ടുള്ള ഇൻറ്റഗ്രൽ ആരാണ്? ഇ റേസ് ടു സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് 4. ഇതാണ് നമ്മുടെ ഗിവൺ ആയിട്ടുള്ള ഫംഗ്ഷൻ. എഫ് ഓഫ് സെഡ് എന്നോ സം ജി ഓഫ് സെഡ് എന്നോ എന്തെങ്കിലും വിളിക്കാം. ഈ ഒരു ഗിവൺ ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുല അല്ലെങ്കിൽ മറ്റു തിയറംസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഇൻറ്റഗ്രേറ്റ്സ്, ഈ ഫംഗ്ഷൻ്റെ അനാലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. P/Q ഫോർമാറ്റിലാണ്. ഈ ഫോർമാറ്റിൽ വരുന്ന ഫംഗ്ഷൻസ് അനാലിറ്റിക് അല്ലാതെ ആവണമെങ്കിൽ ഡിനോമിനേറ്റർ 0 ആയിരിക്കണം. സെഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ദാറ്റ് മീൻസ് സെഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ഓർ സെഡ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0. ആൻഡ് ദാറ്റ് വിൽ ഇംപ്ലൈസ് സെഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ സെഡ് ഈസ് ഈക്വൽ ടു 1. or z square plus 4 is equal to 0 എന്ന് പറഞ്ഞാൽ z square equal to minus 4. that will implies z is equal to root of minus 4 plus or minus root of minus 4. this will implies z is equal to plus or minus 2i. root minus 4 എന്ന് പറഞ്ഞാൽ 2i വരും. so z is equal to plus or minus 2i or z is equal to 1. hence the function e raised to z divided by z minus 1 the whole square into z square plus 4 is not analytic at the points z is equal to 1, z is equal to 2i or z is equal to minus 2i. ഇത്രയും പോയിൻറ്റ്സിൽ z is equal to 2i and z is equal to minus 2i, ഇത്രയും പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ എൻ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ എടുക്കുന്ന സമയത്ത് അനാലിറ്റിക് അല്ല. ബട്ട് നമുക്ക് ഗിവൺ ആയിട്ടുള്ള കോണ്ടൂർ ആരായിരുന്നു? ദ ഗിവൺ കോണ്ടൂർ ഈസ് എ സർക്കിൾ ഓഫ് റേഡിയസ് 3/2. സോ 3/2 റേഡിയസ് ഉള്ള സർക്കിളാണ്. 1 എന്നുള്ള z ഈസ് ഈക്വൽ ടു 1 എന്നുള്ള പോയിൻറ്റിൻ്റെ മോഡുലസ് 1 ആണ്. ഈ സർക്കിളിൻ്റെ ഉള്ളിൽ വരും. ഇനി z ഈസ് ഈക്വൽ ടു 2i എന്നുള്ളതും z ഈസ് ഈക്വൽ ടു മൈനസ് 2i എന്നുള്ള ഇതിൻ്റെയും മോഡുലസ് എത്ര വരും? 2 വരും. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വരുന്ന സമയത്ത് 2i എന്നുള്ള പോയിൻറ്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് 2 വരും, മൈനസ് 2i. നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം വിച്ച് ഈസ് 2i. താഴേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം മൈനസ് 2i. അപ്പോൾ മൈനസ് 2iയും 2iയും ഈ സർക്കിളിൻ്റെ നമുക്ക് ഗിവൺ ആയിട്ടുള്ള കോണ്ടൂറിൻ്റെ എക്സ്റ്റീരിയർ പോയിൻറ്റ്സ് ആണ്. ബട്ട് z is equal to 1 is only lying inside the contour mod z is equal to 3/2. z is equal to plus or minus 2i r lies outside the contour. നമുക്ക് ഗിവൺ ആയിട്ടുള്ള കോണ്ടൂറിൻ്റെ ഔട്ട്സൈഡ് ആണ് z is equal to plus or minus 2i. z is equal to 1 എന്നുള്ളത് ഇൻറ്റീരിയറിലുമാണ് വരുന്നത്. ഓക്കെ, സോ ദ ഫംഗ്ഷൻ ഇ റേസ് ടു z മൈനസ് z മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് 4, ഈ ഫംഗ്ഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈസ് നോട്ട് അനാലിറ്റിക് അറ്റ് z ഈസ് ഈക്വൽ ടു 1 ഇൻ മോഡ് z ഈസ് ഈക്വൽ ടു 3/2. ഗിവൺ കോണ്ടൂറിൻ്റെ ഉള്ളിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് z ഈസ് ഈക്വൽ ടു 1 അല്ലാത്ത എല്ലാ പോയിൻറ്റിലും അനാലിറ്റിക് ആണ്.
അപ്പോൾ ഈ ടോട്ടൽ ഫംഗ്ഷന് നമുക്ക് അനാലിറ്റിക് അല്ലാത്ത പാർട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് z-1 ആണ്. ബാക്കിയുള്ള ടേംസുകളൊക്കെ എന്താണ് വരുന്നത്? അനാലിറ്റിക് പോർഷനിലാണ് വരുന്നത്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് e raised to z minus z-1 into z² plus 4 can be written as e raised to z divided by z² plus 4 ഹോൾ ഡിവൈഡഡ് ബൈ z-1 നമുക്ക് ഈ ഫംഗ്ഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിൽ എഴുതാം. e raised to z divided by z² plus 4 is analytic in mod z is equal to 3/2, where e raised to z divided by z² plus 4 is analytic in mod z is equal to 3/2. Now integral over c e raised to z divided by z-1 into z² plus 4 dz equal to integral over c e raised to z divided by z² plus 4 whole divided by z-1 into dz. ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. e raised to z divided by z² plus 4 is analytic in mod z is equal to 3/2. സോ നമുക്ക് ഈ ഒരു രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യാണ്. കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ കോഷീസ് ജനറൽ ഇൻറ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് z0 എന്നുള്ള പോയിൻ്റ് ഗിവൺ കോണ്ടൂറിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റും f(z) എന്നുള്ള ഫംഗ്ഷൻ ഗിവൺ റീജിയണിൽ സി എന്നുള്ള കോണ്ടൂറിലും അതേപോലെ കോണ്ടൂറിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സിലും അനാലിറ്റിക് ആണെങ്കിൽ f raised to n at z0, nth derivative at z0 will be equal to n factorial divided by 2pi I integral over c f(z) divided by z minus z0 the power n plus 1. സോ ഈ ഒരു റിസൾട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് nth ഡെറിവേറ്റീവ് അറ്റ് z0 ഈസ് ഗിവൺ ബൈ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2pi I ഇൻറ്റഗ്രൽ ഓവർ c f(z) ഡിവൈഡഡ് ബൈ z മൈനസ് z0 ദ പവർ n plus 1 dz ബൈ കോഷീസ് ഇൻറ്റഗ്രൽ ഫോർമുല. Here the function e raised to z divided by z² plus 4 is analytic in mod z is equal to 3/2. Hence, by Cauchy's integral formula, we have integral over c f(z) e raised to z divided by z² plus 4. Analytic ആയിട്ടുള്ള പോർഷൻ e raised to z by z² plus 4 ആണ്. ഡിവൈഡഡ് ബൈ z മൈനസ് 1 ആയിരുന്നു. z0ൻ്റെ സ്ഥാനത്ത് 1 വരുന്നു. z-1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ n-ൻ്റെ സ്ഥാനത്ത് എന്താ വരുന്നത്? 1. z-1 ദ ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു n-ൻ്റെ സ്ഥാനത്ത് 1 ആയതുകൊണ്ട് d/dz ഓഫ് ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ d/dz ഫസ്റ്റ് ഡെറിവേറ്റീവ് f ഡാഷ് വരും. d/dz ഓഫ് ദ ഫംഗ്ഷൻ ആരാണ്? e raised to z divided by z² plus 4 at z is equal to 1 into 2pi I divided by 1 factorial. So hence by Cauchy's integral formula we have this integral will be equal to this term. So integral over c e raised to z divided by z² plus 4 by z-1 the whole square dz equal to 2pi I into 1 factorial എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇനി നമുക്ക് d/dz at z ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. z² plus 4 ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് e raised to z വരും മൈനസ് e raised to z ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് 2z ഹോൾ ഡിവൈഡഡ് ബൈ z² plus 4 ദ ഹോൾ സ്ക്വയർ വരും. ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ അത് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2pi I ഇൻറ്റു അറ്റ് z ഈസ് ഈക്വൽ ടു 1 ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. z ഈസ് ഈക്വൽ ടു 1 at z ഈസ് ഈക്വൽ ടു 1.
സെഡിന് 1 വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടലി 1² + 4 വരും. 1² + 4 എന്ന് പറഞ്ഞാൽ 5e⁻1 5e മൈനസ് e⁻z ഇൻറ്റു 2z. സെഡിന് 1 കൊടുക്കുന്ന സമയത്ത് e⁻1 ഇൻറ്റു 2 വരും. 2e ഹോൾ ഡിവൈഡഡ് ബൈ z² + 4 ദ ഹോൾ സ്ക്വയർ. z² എന്ന് പറഞ്ഞാൽ z 1 കൊടുക്കുമ്പോൾ 1 + 4 5² വരും. ഓക്കെ, സോ that will be equal to 2 pi 5e minus 2e. ടോട്ടലി 3e വരും. ടോട്ടലി 3ഉം 2ഉം കൂടെ നമുക്ക് 6e pi I ഡിവൈഡഡ് ബൈ 25 എന്ന് എഴുതാം. സോ ദ ഫൈനൽ ആൻസർ e⁻z divided by z minus 1 the whole square into z² + 4 dz will be equal to 6e pi divided by 25i. ഇമാജിനറി പാർട്ട് എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്തു. ഹെൻസ് ബൈ കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ദിസ് ഇൻ്റഗ്രൽ വിൽ ബി ഈക്വൽ ടു 6e pi by 25 ഇൻറ്റു i. നമ്മൾ ജനറൽ റിസൾട്ടാണ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുടെ അപ്ലൈ ചെയ്തത്. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ട് കോണ്ടൂർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തത്. ഓക്കെ, ഇതേപോലത്തെ മറ്റു പ്രോബ്ലംസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ മീറ്റ് ചെയ്യാം. ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.